നമസ്കാരം. ഞാൻ കുട്ടിജാതി മഠം രാജാ ജെ അയ്യർ, ഭാരതീയ ജ്യോതിഷ വിചാര സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നമുക്ക് ധനുമാസത്തിലെ കൂറുഫലം എങ്ങനെയാണെന്ന് നോക്കാം. ധനുമാസം 5-ാം തീയതി ശുക്രൻ ധനുരാശിയിലേക്ക് മാറുകയും 20-ാം തീയതി ശുക്രൻ വീണ്ടും മകരത്തിലേക്ക് മാറുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ 14-ാം തീയതി ബുധൻ ധനുരാശിയിലേക്ക് മാറും. ഈ ഗ്രഹങ്ങളുടെ മാറ്റം അടിസ്ഥാനമാക്കി മേടം മുതൽ മീനം വരെയുള്ള നക്ഷത്രക്കൂറുകൾക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. ഈ കൂറുകാർക്ക് ഏറ്റവും ദുരിതമായ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതായത് 7-ാണ്ട് ശനിയാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മാറ്റവും ദുരിതത്തെ നൽകുന്നു. ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകുകയും അതിൽ പരാജയം ദൃശ്യമാകും. നമ്മൾ വിശ്വസിക്കുന്ന ചങ്ങാതിമാരെല്ലാം നമ്മളെ ചതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടാം. സന്താനങ്ങളുടെ പ്രവർത്തനം മനോദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്. നമുക്കതുപോലെ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ഏറ്റവും ദുരിതകരമായ അവസ്ഥകളുണ്ടാകാം. ചിലപ്പോൾ സ്ഥാനങ്ങൾ തന്നെ നഷ്ടമായെന്ന് വരാം. ഭാഗ്യ അനുഭവങ്ങൾ അടുത്ത് വന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. വിദേശത്തേക്ക് യാത്ര പോകാൻ കാക്ഷിക്കുന്നവർക്ക് യാത്ര നടക്കുകയില്ല. കർമ്മരംഗത്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റവും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. തിരികെ ലഭിക്കാനുണ്ടായിരുന്ന ധനമൊന്നും തിരികെ കിട്ടുന്ന സമയമല്ല. അതുപോലെ ഉറ്റ സുഹൃത്തുക്കൾ മുഖേന വാക്തർക്കങ്ങളും മറ്റും ഉണ്ടാകാം. വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി കാണുന്നു. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പുരോഗതി ദൃശ്യമാകും. ഈ മാസത്തിൽ 9, 19, 25 തീയതികൾ നന്നല്ല. ശനീശ്വരന് അർച്ചന വേണം. അതുപോലെ ഭദ്രകാളിക്ക് നെയ്വിളക്ക് വേണം. ഇവയ്ക്ക് ദോഷാധിക്യം കുറയ്ക്കും. ഇടവക്കൂറ് കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകേരം ആദ്യ 2 പാദം. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. ചിട്ടി, ലോണ് ഇവ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ്. അധ്യാപക വൃത്തി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ ആദരവ് ലഭിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിന് സാധ്യത കാണുന്നുണ്ട്. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യം നടക്കും. കലാരംഗത്തുള്ളവർക്ക് മേന്മയുണ്ടാകും. എന്നാൽ പോലും രക്തദൂഷ്യ സംബന്ധമായോ പിത്തദൂഷ്യ സംബന്ധമായോ അസുഖമുള്ളവർക്ക് ആശുപത്രിവാസം വേണ്ടിവരും. ജോലിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. മേലധികാരിയുടെ അപ്രീതി ഉണ്ടാകും. സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ളവർക്കും ഈ മാസക്കാലം ഏറ്റവും നല്ല ഫലത്തെ തരുന്നതാണ്. 18-ാം തീയതി ദുരിതങ്ങൾ കാണുന്നു. ദോഷപരിഹാരാർത്ഥം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പായസ വഴിപാട് നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന നടത്തുക. മിഥുനക്കൂറ് മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർതം ആദ്യ 3 പാദം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല കാലഘട്ടമാണ്. വ്യാഴം ആരൂഢത്തിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ പരിണതഫലമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. കിട്ടില്ലെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. എന്നിരുന്നാൽ പോലും സഹായികളാൽ വഞ്ചന ഉണ്ടാകാതിരിക്കാൻ നോക്കുക. പുതിയ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. ജോലി കാക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ മാംഗല്യം കാക്ഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. പഴയ സുഹൃത്തുക്കളെ അവിചാരിതമായി കണ്ടുമുട്ടും. പിതൃസ്വത്ത് ഭാഗം വയ്ക്കും. ജോലിയിൽ ഉന്നമനത്തിനും അതുപോലെ തന്നെ ശമ്പള വർധനവിനും സാധ്യത കാണുന്നുണ്ട്. വ്യാപാര മേഖലയിലുള്ളവർക്ക് പുരോഗതി ദൃശ്യമാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഈ മാസക്കാലം ഏറ്റവും നല്ല ഫലത്തെ നൽകുന്നതാണ്. 8-ാം തീയതി ശുഭകരമല്ല.
ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ തിരുമുതിര നിവേദിക്കുക. അതുപോലെ തന്നെ തുളസിമാല ഇവയൊക്കെ ദോഷാധിക്യത്തെ കുറയ്ക്കും. കർക്കിടകക്കൂറ് പുണർദം അവസാന പാദം പൂയം ആയില്യം. ഈ കൂറുകാർക്ക് ദുരിതകാലമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം ദുരിതത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്കും മറ്റും സാധ്യത കാണുന്നുണ്ട്. ഒരു കാരണവശാലും ആർക്കും ധനം കടം കൊടുക്കരുത്. ഇപ്പോൾ ധനം കടം കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തിരികെ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അപമാനിതനാവാതെ നോക്കുക. ഈ സമയത്ത് ശത്രുക്കളുടെ പ്രവർത്തനം മനോദുഃഖത്തെ ഉണ്ടാക്കും. എല്ല് സംബന്ധിച്ച അസുഖമുള്ളവർക്ക് രോഗാവസ്ഥ കൂടുതലുണ്ടാകും. രാത്രിയുള്ള യാത്രയും വിജനമായ സ്ഥലത്തുള്ള പണ ഇടപാടുകളും നമ്മളിപ്പം ചെയ്യുന്നത് നമുക്ക് അത്ര കണ്ട് നല്ലതല്ല. ഭാഗ്യാനുഭവങ്ങൾ അടുത്ത് വന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസരമുണ്ടാകാം. വിദേശയാത്ര കാക്ഷിക്കുന്നവർക്ക് ആഗ്രഹം നടക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക് ഈ മാസക്കാലം അത്യാവശ്യം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ കഴിയും. ഈ മാസത്തിൽ 19-ാം തീയതി നല്ലതല്ല, 27-ാം തീയതിയും നല്ലതല്ല. ദോഷപരിഹാരാർത്ഥം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, അതുപോലെ തന്നെ മുരുകൻ ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ഇവയൊക്കെ ദോഷത്തിൻ്റെ ആധിക്യത്തെ കുറയ്ക്കും. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യപാദം. ഈ നക്ഷത്രക്കാർ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ വേണം. മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. മാതാവിന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ചിട്ടി മറ്റ് ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടാകും. വിവാഹം കാക്ഷിക്കുന്നവർക്ക് അതിന് തടസ്സമുണ്ടാകാം. സാഹസിക പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. യന്ത്രവൽകൃത കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ ഈ സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് അധികാരിയുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ നോക്കുക. കൃഷി മേഖലയിലുള്ളവർക്കും വളരെയധികം ശ്രദ്ധിക്കുക. മൃഗങ്ങളുടെ ശല്യത്താൽ കൃഷിനാശമൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണിത്. 18-ാം തീയതി ശുഭകരമല്ല. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ എരുക്കുമാല, അതുപോലെ തന്നെ വെള്ള വഴിപാട് ഇവയൊക്കെ ദോഷത്തെ കുറയ്ക്കും. കന്നിക്കൂറ് ഉത്രം അവസാന പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ഈ കൂറുകാർക്ക് അത്യാവശ്യം നല്ലൊരു സമയമാണ്. ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കും. അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് കാര്യം നടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ കൊടുത്ത ധനം തിരികെ ലഭിക്കുകയില്ല. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും കേസുകൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും നമുക്ക് പുതിയ വസ്തു, വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ള അനുകൂലമായ സമയമാണ്. ശത്രുക്കളുടെ പ്രവർത്തനം സമൂഹത്തിൽ നമുക്ക് അപകീർത്തി ഉണ്ടാക്കും. അതിനാൽ തന്നെ നമുക്ക് യോജിച്ച ആൾക്കാരോട് മാത്രം സൗഹൃദങ്ങൾ സ്ഥാപിക്കുക. മംഗല്യകാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളൊക്കെ വീണ്ടും വരും. അത് മുഖേന നമുക്ക് അപകീർത്തി ഉണ്ടാകും. പിതാവിന് ചെറിയ അസുഖങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. നിയമ മേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക് കാലം നല്ലതാണ്. അഡ്വക്കേറ്റുമാർക്ക് അവരുടെ കേസുകൾ വിജയിക്കുവാനും സമൂഹത്തിൽ അതുമുഖാന്തരം പ്രശംസ നേടുവാനും കഴിയും. സൈനിക മേഖലയിലുള്ളവർക്കും കാലം അനുകൂലമാണ്. അതുപോലെ ശാസ്ത്ര മേഖലയിലുള്ളവർക്കും ഈ മാസം ഏറ്റവും നല്ല ഫലത്തെ നൽകുന്നു. 14-ാം തീയതി ഗുണകരമല്ല. ദോഷപരിഹാരാർത്ഥം ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നാഗർക്ക് ആയില്യപൂജ നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം ഇവയൊക്കെ ദോഷത്തെ കുറയ്ക്കുന്നതാണ്. തുലാക്കൂറ് ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. ഈ കൂറുകാർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായി പിണങ്ങുകയോ അവരിൽ നിന്നും അകന്നു മാറുകയോ ചെയ്യുന്ന ഒരു സമയമാണ്. ധന ഇടപാടുമായി ബന്ധപ്പെട്ട് നിയമവിഷയങ്ങളിൽ കലാശിക്കാവുന്നതാണ്. സന്താനങ്ങളുമായി അകൽച്ചയോ പിണക്കങ്ങളോ ഉണ്ടാകാം. ഹൃദയരോഗ സംബന്ധമായോ അതുപോലെ തന്നെ കരളിനെ സംബന്ധിച്ചോ ഉള്ള അസുഖങ്ങൾ നമുക്ക് ആശുപത്രിവാസം വേണ്ടിവരും. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ഊഹക്കച്ചവടത്തിൽ നിന്നും നഷ്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്.
ചിട്ടി, ഭാഗ്യാനുഭവങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും. വിവാഹം കാംക്ഷിക്കുന്നവർക്ക് ഈ മാസം ഏറ്റവും നല്ല ഫലത്തെ നൽകുന്നതാണ്. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുവാനുള്ള സമയമുണ്ടാവും. കായിക മേഖലയിലുള്ളവർക്ക് ഈ മാസക്കാലം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. 19-ാം തീയതി ദോഷഫലങ്ങൾ കാണുന്നുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായ നരസിംഹമൂർത്തിക്ക് പാനകം ഏറ്റവും നല്ല ഫലത്തെ നൽകും. അല്ല, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക. 3 നാരായണായ മന്ത്രജപം ഇവയൊക്കെ ദോഷത്തെ കുറയ്ക്കുന്നതാണ്. വൃശ്ചികക്കൂറ്. വിശാഖം അവസാന പാദം, അനിഴം, കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഈ മാസക്കാലം അത്ര കണ്ട് നല്ലതല്ല. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സർക്കാരിൽ നിന്നും കിട്ടേണ്ട ധനം ലഭിക്കും. അതുപോലെ ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് ഈ മാസക്കാലം ഏറ്റവും നല്ലതാണ്. പക്ഷേ അതിനൊക്കെ നിയമപരമായ രീതിയിലുള്ള രേഖകൾ ഉണ്ടാക്കി വേണം നൽകേണ്ടത്. ഗൃഹം മാറിയുള്ള താമസം ഉണ്ടാകാം. അതല്ലെങ്കിൽ ഗൃഹം വിറ്റുപോകേണ്ട അവസ്ഥ ഉണ്ടാകാം. സന്താനങ്ങളുടെ പ്രവർത്തനം മനോദുഃഖത്തെ ഉണ്ടാക്കും. അതുപോലെ തന്നെ അത് സമൂഹത്തിൽ അപകീർത്തികരമായ കാര്യങ്ങളും ഉണ്ടാക്കാം. വാദസംബന്ധമായോ പിത്തസംബന്ധമായോ ഒക്കെ ഉള്ളവർക്ക് ഈ മാസക്കാലം വളരെ അധികം ദോഷം നൽകുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ കമ്പനി ജോലി ഇതൊക്കെ ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുന്ന സമയമാണ്. കലാരംഗത്തുള്ളവർക്ക് മേന്മ പ്രതീക്ഷിക്കാം. ലോണുകളും മറ്റും പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കൂറുകാർക്ക് 27-ാം തീയതി ദോഷാധിക്യം കൂടുതലാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കുങ്കുമ അർച്ചന ഇവ ദോഷത്തെ കുറയ്ക്കും. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഈ കൂറുകാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ സാഫല്യം ഉണ്ടാകും. വിവാഹത്തിനൊക്കെ അനുകൂലമായ സമയമാണ്. പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയബന്ധം വിവാഹത്തിൽ കലാശിക്കും. സഹായികളാൽ വഞ്ചന കാണുന്നുണ്ട്. അതുകൊണ്ട് യാത്രകളിലൊക്കെ നമ്മൾ സഹായികളെ ഒഴിവാക്കി മാക്സിമം ഒറ്റയ്ക്ക് പോകാൻ തന്നെ ശ്രമം നടത്തുക. കിട്ടില്ലെന്ന് കരുതിയ ധനം നമുക്ക് തിരികെ ലഭിക്കുന്ന അവസരമുണ്ടാകും. ഗൃഹത്തിൽ മനോദുഃഖം ഉണ്ടാകും. വേണ്ടവരുടെ ദുരിതത്തിനും അവരുടെ വേർപാടിനും ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ പിതാവുമായുള്ള തർക്കങ്ങൾ മനോദുഃഖത്തെ ഉണ്ടാക്കും. ജോലിയിൽ പ്രവേശിക്കാനോ ജോലിയിൽ പ്രമോഷനോ സാധ്യത കാണുന്നുണ്ട്. വിദേശത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരും. സന്താനങ്ങളുടെ മാംഗല്യ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വ്യാപാരികൾക്കും അതുപോലെ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 16-ാം തീയതി ദുരിതങ്ങൾ കൂടുതലാണ്. ദോഷപരിഹാരാർത്ഥം നമുക്ക് നരസിംഹമൂർത്തിക്ക് പാനകം, ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ രക്തഹാരം ഇവയൊക്കെ ദോഷങ്ങളെ കുറയ്ക്കുന്നതാണ്. മകരക്കൂറ്. ഉത്രാടം അവസാന പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഈ കൂറുകാർക്ക് ഈശ്വരാധീനത്തിൽ ഒരു മറവ് കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ മാറ്റം മറവിന് മറവുണ്ടാക്കും. അപ്പോൾ ഇത് മുഖേന കുടുംബത്തിൽ ആവശ്യമില്ലാത്ത സ്വരച്ചേർച്ച ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ അത് മുഖേന ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കുന്ന അവസരമുണ്ടാകാം. കടബാധ്യത മൂലം നമുക്ക് ഗൃഹം മാറി നിൽക്കേണ്ട അവസരങ്ങളും ഈ സമയത്തിൽ ഉണ്ടാകാം. വാക്തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ആ വാക്തർക്കങ്ങൾ കോടതി നടപടിയിലേക്കൊക്കെ പോയെന്ന് വരാം. സഹായികളാൽ സമൂഹത്തിൽ അപകീർത്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. കരൾ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഇതൊക്കെ ആണെങ്കിൽ പോലും പുതിയ വസ്ത്രം, ആഭരണം ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പിതാവിന് ചെറിയ അസുഖങ്ങളും മറ്റും ഉണ്ടാകും. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ലോണുകളും മറ്റും അപേക്ഷിച്ചവർക്ക് ധനം ലഭിക്കും. അതുപോലെ തന്നെ വിദേശത്തു നിന്നും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ധന ആഗമനം നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ജലസേചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം അനുകൂല ഫലത്തെ നൽകുന്നുണ്ട്. ഈ മാസത്തിൽ 17-ാം തീയതി ശുഭകരമല്ല. ദോഷപരിഹാരാർത്ഥം നാഗർക്ക് ആയില്യപൂജ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി വിളക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. കുംഭക്കൂറ്.
അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. ഈ നക്ഷത്രക്കാർക്ക് ഏഴാണ്ട് ശനിക്കാലമാണ്. അത് മാറാൻ പോകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മൾ പറയുന്ന വാക്കുകളൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും വളരെ സൂക്ഷിച്ച് വേണം ഈ കാലഘട്ടത്തിൽ സംസാരിക്കേണ്ടത്. ധന ഇടപാടുകൾ വളരെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ തകരാതെ നോക്കുക. ഇതൊക്കെ നമുക്ക് ഈ മാസത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൈദ്യുത മേഖലയുമായി പ്രവർത്തിക്കുന്നവർ അപകടം ഉണ്ടാകാതിരിക്കാൻ നോക്കുക. സന്താനങ്ങൾക്ക് ഉയർച്ച, പുരോഗതി, അതുപോലെ വിദ്യാഭ്യാസപരമായുള്ള ദൂരയാത്രകൾ ഇതൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില അവസരങ്ങൾ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാകാം. പിന്നെ 7ാം ഭാവത്തിലിരിക്കുന്ന കേതു നിൽക്കുന്നതിനാൽ മംഗല്യകാര്യത്തിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകാം. അതുപോലെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും അവരുടെ ബന്ധങ്ങളിൽ ദൃഢത കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. വ്യാപാര മേഖലയിലുള്ളവർക്ക് കാലം അനുകൂലമാണ്. കലാകാരന്മാർക്കും ഈ മാസക്കാലം ഏറ്റവും നല്ല ഫലത്തെ ചെയ്യുന്നതാണ്. 19-ാം തീയതി ദോഷഫലങ്ങൾ കൂടി കാണുന്നു. ദോഷപരിഹാരാർത്ഥം ആയില്യനാൾ ആയില്യ പൂജ, അതുപോലെ തന്നെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഇവയൊക്കെ നല്ലതാണ്. മീനക്കൂർ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഈ കാലഘട്ടം ജന്മശനിയാണ്. അപ്പോൾ നമ്മൾ രോഗങ്ങളും ദുരിതങ്ങളും വരാതെ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ പോലും വ്യാഴം 4ാം ഭാവത്തിലുണ്ട്. അത് നമുക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. മുൻകാലത്തിലുണ്ടായിരുന്ന ചില അസുഖങ്ങളൊക്കെ കൂടി വരുന്ന അവസ്ഥ നമുക്ക് ദൃശ്യമാകും. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള പ്രവർത്തനം മനോദുഃഖത്തെ ഉണ്ടാക്കും. പക്ഷേ പുതിയ വീടോ അല്ലെങ്കിൽ വസ്തുവോ വാഹനമോ ഇതൊക്കെ വാങ്ങാൻ ഈ കാലഘട്ടം ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഏറ്റവും നല്ല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. നൂതന വിദ്യാഭ്യാസ രീതികളിലൊക്കെ നമുക്ക് പോകാൻ കഴിയും. അതുപോലെ ജോലി കാക്ഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. കിട്ടില്ലെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അതുപോലെ കലാകാരന്മാർക്കും ഏറ്റവും നല്ല സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർ അപകീർത്തി ഉണ്ടാകാതെ നോക്കണം. അധ്യാപക രംഗത്തുള്ളവർക്ക് സർക്കാരിൽ നിന്നും പ്രശംസ ലഭിക്കും. ഈ മാസത്തിൽ 19, 26 തീയതികളിൽ നന്നല്ല. ദോഷപരിഹാരാർത്ഥം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം നിവേദിക്കുന്നത് നന്നാവും. അതുപോലെ തന്നെ ചാമുണ്ടേശ്വരി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, ഈ അമ്പലങ്ങളിൽ നമുക്ക് രക്തഹാരം, ചുവന്ന പട്ട് ഇവയൊക്കെ കൊടുക്കുന്നത് ദോഷത്തെ കുറയ്ക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.